നമസ്കാരം. പൊടിക്കൈ പോരാ. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പൊടിക്കൈകളുമായിട്ട് സർക്കാരും ഭരണാധികാരികളും രംഗത്തെത്തും. അതോടെ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമാകും എന്ന തോന്നലുളവാക്കും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. കണ്ണിൽ പൊടിയിടൽ മാത്രമാണിത്. ആമയിഴഞ്ചാനിൽ മാലിന്യ നിർമ്മാർജ്ജന ജോലിക്കിറങ്ങിയ ജോയിയുടെ മരണം കേരളത്തിലെ മാലിന്യ വ്യാപനത്തെയും അതുളവാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെയും ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്കും തിരുവനന്തപുരം കളക്ടർക്കും കോർപ്പറേഷനും നോട്ടീസ് അയച്ചു. എല്ലാവരും സജീവമായി. ആമയിഴഞ്ചാനിൽ അഗ്നിശമന സേനയുടെ സ്കൂബ ടീം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അവിടെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ്. ഒരാൾ പൊക്കത്തിലുള്ള മാലിന്യത്തിലൂടെയാണ് ചില സ്ഥലങ്ങളിൽ അവർ ജോയിയെ തേടിയത്. മാലിന്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം വ്യക്തമായിരുന്നു. ലോകമെമ്പാടും പ്ലാസ്റ്റിക് മാലിന്യം വലിയ പ്രശ്നം തന്നെ. അതിനെ നേരിടാൻ വികസിത രാജ്യങ്ങളിൽ പല പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ശേഖരണം, സംസ്കരണം എന്നിവയ്ക്കെല്ലാം ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ അതിന്റെ സംഭരണവും പുനരുപയോഗവുമാണ് കരണീയം. പക്ഷേ നാം അതിനൊന്നും മിനക്കിടുന്നില്ല. വഴിയോരത്തുകൂടി വലിയ പ്ലാസ്റ്റിക് ചാക്കിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും പെറുക്കി ഉപജീവനം നടത്തുന്നവരെ കാണാനാവും. അവർ നടത്തുന്നതും വലിയൊരു സേവനം തന്നെ. സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയും പ്ലാസ്റ്റിക് സംഭരണം നടത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നദികളിലും തോടുകളിലും പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. കേരളത്തിൽ 2020 പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയതാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്നതും 50 മൈക്രോണിൽ താഴെയുള്ളതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനമുള്ളത്. എങ്കിലും നിരോധിത പ്ലാസ്റ്റിക് ഇന്നും ഇവിടെ സുലഭമാണ്. കേരളത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നില്ലെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് വൻതോതിൽ എത്തുന്നുണ്ട്. നിർദ്ദിഷ്ട മൈക്രോൺ പരിധിക്കുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റും വിപണിയിൽ എത്തിച്ചാൽ ഈ പ്രശ്നത്തിന് ചെറിയ തോതിലെങ്കിലും പരിഹാരം കാണാനാവും. ഇറച്ചി, മീൻ തുടങ്ങിയവയ്ക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കാനാവാതെ വരും. എന്നാൽ എന്തിനും ഏതിനും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ തന്നെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വ്യാപാര സ്ഥാപനങ്ങളും ഉപഭോക്താക്കളും ശ്രദ്ധിക്കണം. ആമയിഴഞ്ചാൻ ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗം കർശനമായി തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കുറേ ദിവസങ്ങളിൽ റെയ്ഡും പരിശോധനയും ഒക്കെ നടക്കും. കുറെ കച്ചവടക്കാർക്ക് പിഴയും ഇടും. കുറെ കഴിയുമ്പോൾ എല്ലാം പഴയപടിയാകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടുന്ന സ്ക്വാഡുകൾ പരിശോധന തുടങ്ങി. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതേപോലുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും കുറെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കണ്ടെടുക്കും. കുറെ പേർക്ക് പിഴ കിട്ടുകയും ചെയ്യും. ഇതുകൊണ്ട് മാത്രം പ്ലാസ്റ്റിക് വിപത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമോ? ചെറുകിട കച്ചവട സ്ഥാപനങ്ങളെ പിടികൂടി പിഴ ഈടാക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പാദനമാണ് തടയേണ്ടത്. അത് അനധികൃതമായി കേരളത്തിൽ എത്തിക്കുന്നത് തടയണം. തുടർച്ചയായി 3 തവണ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ കടയുടെ ലൈസൻസ് റദ്ദാക്കും. 50,000 രൂപ പിഴയും അടയ്ക്കണം. അനധികൃതമായി മാലിന്യം നീക്കം നടത്തുന്ന ചില ഏജൻസികളുമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല, ശുചിമുറി മാലിന്യം പോലും അവർ നദികളിലും പൊതുസ്ഥലങ്ങളിലും തള്ളുന്നു. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. എന്നിട്ടും ഇത്തരം മാലിന്യ നീക്കം ഇപ്പോഴും തുടരുന്നു. അത് അവസാനിപ്പിക്കണമെങ്കിൽ ഔദ്യോഗിക സംവിധാനം ശക്തമാകണം. പുനരുപയോഗ സാധ്യതയില്ലാത്ത പ്ലാസ്റ്റിക് ഭൂമിയിൽ കുമിഞ്ഞുകൂടിയാൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. കേരളത്തിൽ പ്രതിദിനം 450 ടൺ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 70% കടലിലാണ് ചെന്നു ചേരുക. ഇതിനിടെ നദികളിലും തോടുകളിലും അവ കൂടിക്കിടക്കും. പെരുമഴക്കാലത്താണ് ഇവ അവിടെ നിന്നിളകി കടലിലെത്തുക. ശുദ്ധജല മത്സ്യസമ്പത്തിനും കടൽ മത്സ്യങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗം കർശനമായി തടയണം. അതോടൊപ്പം പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കാവുന്ന ക്യാരി ബാഗുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനും കൂടി സംവിധാനം ഏർപ്പെടുത്തണം. കുടുംബശ്രീയുടെയും മറ്റും സേവനം ഇതിനായി ഉപയോഗിക്കാം. ഹരിതകർമ്മസേന വഴിയുള്ള മാലിന്യ സംഭരണം കുറെ കൂടി കാര്യക്ഷമമാക്കിയതും ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ സ്വീകരിച്ചും ദീർഘവീക്ഷണത്തോടെ നീങ്ങിയാൽ മാത്രമേ ശാശ്വത പരിഹാരമാകൂ. അത് നാം ചെയ്യുക തന്നെ വേണം. നമസ്കാരം.